Hello all, myself Alfie Elizabeth Joseph, Assistant Professor Triple Department SNIT Adoor. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് അഡ്വാൻസ് കൺട്രോൾ തിയറി സെമസ്റ്റർ 6 ബിടെക് ട്രിപ്പിൾ സ്റ്റുഡൻസിന് പഠിക്കുന്ന മൊഡ്യൂൾ 6ലെ ഒരു പോർഷനായ ഫേസ് പ്ലെയിൻ അനാലിസിസ് ആണ്. അപ്പോൾ പ്രീവിയസ് സെക്ഷനിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഫേസ് ട്രജക്ടറി യൂസിങ് അനാലിറ്റിക്കൽ മെത്തേഡിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഈ സെക്ഷനിൽ ഞാൻ അത് വെച്ചിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. This is the syllabus for Module 6. Today my concentration is on construction of phase trajectories for nonlinear systems and linear systems with static nonlinearities. Construction of phase trajectory using analytical method. Next one question. Consider a system with ideal relay as shown. Determine the singular point. Construct phase trajectories corresponding to initial conditions. രണ്ട് set of initial conditions തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ C of 0 equal to 2, C dot 0 equals 1. And second condition എന്ന് വെച്ചാൽ C of 0 equals 2, C dot 0 equals 1.5. Take R equals 2 volts and M equals 1.2 volts. ഇപ്പോൾ given ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കുക. ആ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് R, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ C ആണ്. എറർ സിഗ്നലിനെ ഒരു റിലേ നോൺ ലീനിയർ എലമെന്റിലോട്ട് കൊടുക്കുന്നു. എററിനെ മോഡിഫൈ ചെയ്ത് ആ എറർ ആണ് എന്ത് U ആയിട്ട് കിട്ടുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് ട്രജക്ടറി കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫേസ് ട്രജക്ടറി, സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ ലീനിയർ പോർഷൻ ഓഫ് ദ സിസ്റ്റം കൺസിഡർ ചെയ്യും. ഇപ്പം നമുക്കൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. U of S ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് C of S ആയിട്ടും വരുന്നു. 1/s² ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം C of S equals U of S into 1/s² ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ വെച്ച്. C of S equals 1/s² into U of S. Cross multiply ചെയ്യുമ്പോൾ we get s² into C of S is equal to U of S. Equation 1ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് s² C of S and we get C double dot of t equals U of t. ഇനി നമുക്ക് എന്ത് വേണം, സ്റ്റേറ്റ് ഇക്വേഷൻസിന് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ആദ്യമേ സ്റ്റേറ്റ് വേരിയബിൾസ് അസ്യൂം ചെയ്യണം. ഇപ്പോൾ C ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥമാക്കാൻ രണ്ട് സ്റ്റേറ്റ് വേരിയബിൾസ് അസ്യൂം ചെയ്യണം. ഇപ്പോൾ x1 is equal to C of t, ഔട്ട്പുട്ട് യൂസിങ് ഫേസ് വേരിയബിൾ മെത്തേഡ് x2 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു C dot t എന്ന് എടുക്കുക. So applying these state variables we get state equations as since 3നെ 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 എന്തായിരുന്നു, x1 equal to C of t. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1 dot equal to C dot t എന്ന് പറഞ്ഞാൽ C of t C dot t എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ്, x2 ആണ്. Therefore we get the first state equation as x1 dot equal to x2. ഇനി ഇക്വേഷൻ 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 4 എന്ന് പറഞ്ഞാൽ x2 equal to C dot t ആണ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x2 dot equals C double dot t. C double dot t എന്താണെന്ന് മുമ്പിൽ എഴുതി വെച്ചായിരുന്നു, that is equal to u എന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടിയായിരുന്നു. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാം x2 dot is equal to u. ഇക്വേഷൻ നമ്പർ 6 കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോൺ ലീനിയർ പാർട്ട്, ആദ്യമേ സിസ്റ്റത്തിന്റെ ലീനിയർ പാർട്ടിനെ കൺസിഡർ ചെയ്തു. ഇനി നോൺ ലീനിയർ പാർട്ട്, അതായത് നോൺ ലീനിയർ എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ട് എടുത്തു. സോ ഇൻപുട്ട് R, C ഔട്ട്പുട്ട് എറർ ഉണ്ടായി. എറർ ഒരു നോൺ ലീനിയർ എലമെന്റിൽ പോകുന്നു റിലേ, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടാണ് U. സോ അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റും E is equal to R minus C. ആ കമ്പാരിറ്റർ അല്ലെങ്കിൽ ആ എറർ ഔട്ട്പുട്ട് എന്തോ E എന്ന് പറയുന്നത് R minus C ആണ്. പക്ഷെ C എന്ന് പറയുന്നത് എന്തായിരുന്നു, x1 ആണ്. സോ E is equal to R minus x1 എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിക്കുക, രണ്ട് കണ്ടീഷൻ എഴുതാൻ പറ്റും. when x1 is greater than R, x1 വാല്യൂ കൂടുതലാണെങ്കിൽ എറർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ആ തന്നിരിക്കുന്ന റിലേയുടെ ഗ്രാഫ് നോക്കുക. ഇൻപുട്ട് എറർ E,
ഈ നെഗറ്റീവ് ആകുമ്പം ആ ഔട്ട്പുട്ട് യുവിൻ്റെ വാല്യൂ എന്തുവാ? യു ഈസ് ഈക്വൽ ടു -m ആണ്. അതേസമയത്ത് ഈ പോസിറ്റീവ് ആണ് ആ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡ്, അവിടെ യുവിൻ്റെ വാല്യൂ എന്താ? +m. സോ ഇതിനി അപ്ലൈ ചെയ്യണം. സോ എറർ പോസിറ്റീവ് ആണ്, യുവിൻ്റെ വാല്യൂ +m, എറർ നെഗറ്റീവ് ആണ്, യുവിൻ്റെ വാല്യൂ -m. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് x1 dot equal to x2 ഫസ്റ്റ് സ്റ്റേറ്റ് ഇക്വേഷൻ, x2 dot is equal to u എന്നായിരുന്നു. അപ്പോൾ യു പോസിറ്റീവ് m +m ആകുന്നത് ഫോർ x1 less than r, and this will be equal to -m for x1 greater than r. Name it as equation number 8. So these two are the state equations. നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻസ് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കണം. സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? The point at which derivative of x1 and x2 is 0. അതായത് x1 dot equal to 0 and x2 dot equal to 0 എന്ന് പറയുന്നതാണ് സിംഗുലാർ പോയിന്റ്. നമുക്ക് അതിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇക്വേറ്റിംഗ് ദീസ് ടു സീറോസ്, സ്റ്റേറ്റ് ഇക്വേഷനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് x1ൻ്റെ x2ൻ്റെ കോർഡിനേറ്റിനെ, അതായത് ഏത് പോയിന്റിലാണ് ഈ രണ്ട് ഡെറിവേറ്റീവ് 0 ആകുന്നത് ആ സമയത്തുള്ള x1ൻ്റെ വാല്യൂവിനെ x1 raised to 0യും x2ൻ്റെ വാല്യൂവിനെ x2 raised to 0. അതായത് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 raised to 0, x2 0 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 5 x1 dot 0 നമുക്ക് സിംഗുലാർ പോയിന്റ് കിട്ടണമെങ്കിൽ x1 dot equal to 0യും x2 dot equal to 0യും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ x1 dot 0 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് x2 ആ സമയത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ x2 raised to 0 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 dot equal to 0, that implies x2 raised to 0 is equal to 0 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇക്വേഷൻ 6ൻ്റെ അകത്ത് x2 dot 0 എന്ന് പറയുമ്പോൾ എന്തോ u0 ആണ്. അപ്പോൾ u0 ആകുമ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാം എന്തുവാ? e0 ആയിരിക്കും. e0 ആവുമ്പം കറസ്പോണ്ടിങ് x1 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏത് കോർഡിനേറ്റ് ആവും? x1 raised to 0. സോ ഇക്ക് പകരം എന്തിട്ട് കൊടുക്കാം? r minus x1 ആ സമയത്ത് എന്തായിരിക്കും? x1 raised to 0 is equal to 0. That is x1 raised to 0 is equal to r. അപ്പോൾ സിംഗുലാർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് x1 raised to 0, x2 raised to 0. അതിൽ x1 raised to 0യുടെ വാല്യൂ r-ഉം x2 raised to 0യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അതായത് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ r, 0 ഈ പോയിന്റിലാണ് x1 dot equal to 0യും x2 dot equal to 0യും കിട്ടുന്നത്. Next, from equation 5 and 8, നമുക്ക് സ്ലോപ്പ് ഇക്വേഷൻ എഴുതാം, ട്രജക്ടറിയുടെ സ്ലോപ്പ് ഇക്വേഷൻ. സോ x2 dot by x1 dot is equal to dx2 by dx1 ആണ് നമ്മുടെ സ്ലോപ്പ്. That will be equal to m by x2 for x1 less than r and minus m by x2 for x1 greater than r. ഇക്വേഷൻ 5ഉം 8ഉം നോക്കിയാൽ മതി. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഈ x2 dot by x1 dotനെ എഴുതുന്നത്. ജനറൽ അപ്പം നമുക്ക് സ്ലോപ്പ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? dx2 by dx1 is equal to പ്ലസ് ഓർ മൈനസ് m by x2. പ്ലസ് സൈൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? പ്ലസ് m വരുന്നത് എറർ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ x1 ലെസ് ദാൻ ആറും, മൈനസ് സൈൻ വരുന്നത് x1 ഗ്രേറ്റർ ദാൻ r, അപ്പോഴാണ് എറർ നെഗറ്റീവ് ആറ്. ആൻഡ് അതിൻ്റെ അകത്തും നമുക്ക് എഴുതാൻ പറ്റും x2 dx2 is equal to പ്ലസ് ഓർ മൈനസ് m into dx1 എന്ന് എഴുതാൻ പറ്റും. നെയിം ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 9. ഇനി സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഇക്വേഷൻ 9നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഫ്രം t is equal to 0 to ടൈം t, 0 to t വരെ ഇക്വേഷൻ നമ്പർ 9നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഇക്വേഷന്. അതിനുവേണ്ടി t equal to 0 to t വരെയാണ്. at t equal to 0 x1 എന്ന് പറഞ്ഞാൽ എന്തുവാ? x1 of 0യും x2 എന്ന് പറഞ്ഞാൽ x2 of 0യാണ്. ഇനി at t is equal to t എന്ന് പറയുമ്പോൾ x1 is equal to x1 of t and x2 is equal to x2 of t എന്ന് എഴുതാം. State variables x1 and x2 denote the state of the system. At any time t നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രൽ x2 dx2 is equal to integral of plus or minus dx1 ആണ്. അപ്പോൾ x2നെ
integrate ചെയ്യുമ്പോൾ with respect to dx2 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവൽ ഏതൊക്കെ വരും? x2 of 0 initial condition to x2 of t അല്ലെങ്കിൽ x2 എന്ന് എഴുതാം. That will be equal to integral of x1 of 0. x1 എവിടെ തൊട്ടാ വരുന്നത്? 0 തൊട്ട് x1 വരെ. So lower limit x1 of 0, upper limit x1 എഴുതി into plus or minus m into dx1. So നമ്മൾ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? x2 dx2 എന്ന് പറഞ്ഞാൽ x2 square by 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. that will be equal to plus or minus m into integral of dx1 എന്ന് പറഞ്ഞാൽ എന്തുവാ? it is x1 എന്ന് വരും. സോ അതിന്റെ ലിമിറ്റ് എത്ര വരും? x1 of 0 to x1. Upon integrating we get x2 square by 2 minus x2 square of 0 by 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ is equal to plus or minus into x1 minus x1 of 0. So അന്നേരം നമുക്ക് x2 square is equal to എന്താണെന്ന് പറഞ്ഞുതരാം? plus or minus 2 into m into x1 minus x1 of 0 plus x2 square of 0. x2 നെയും x1 നെയും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ plus or minus 2 into m ഉണ്ട്. സോ അവിടെ രണ്ട് കേസ് വരുന്നുണ്ട്. പ്ലസ് വരുന്ന കേസുണ്ട്, മൈനസ് വരുന്ന കേസുണ്ട്. അതാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. x1 greater than r എന്ന് പറയുമ്പോൾ ഇക്വേഷൻ തന്നെ എങ്ങനെ മാറും? എറർ എന്ന് പറഞ്ഞാൽ x1 greater than r എന്ന് പറയുമ്പോൾ എറർ നെഗറ്റീവ് ആണ്. എറർ നെഗറ്റീവ് ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ മൈനസ് എം ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് വി ഗെറ്റ് x2 square is equal to minus 2m into x1 minus x1 of 0 plus x2 square of 0. And x2 square is equal to bracket open ചെയ്ത് നമുക്ക് കിട്ടും minus 2m x1 plus 2m x1 of 0 plus x2 square of 0. ഈ x1 of 0 x2 of 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ values of that variable ആണ്. സ്റ്റേറ്റ് വേരിയബിളിന്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണത്. When x1 less than r, equation 10 can be written as x2 square equals plus m 2m into x1 minus x1 of 0 plus x2 square of 0. Bracket open ചെയ്ത് നമ്മൾ equation 12 obtain ചെയ്യും. So ഇനി നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് ട്രാജക്ടറി വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് നോക്കുവാണെങ്കിൽ c of 0 2 c dot 0 1. അപ്പോൾ കറസ്പോണ്ടിങ് ഏത് വേരിയബിൾസ് ആണ് കിട്ടുന്നത്? x1 of 0 2 x2 of 0 is equal to 1. അപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻസും അതേപോലെ എമ്മിൻ്റെ വാല്യൂ 1.2 ആറിൻ്റെ വാല്യൂ 2 ഇതൊക്കെ എവിടെ കൊണ്ട് ഇട്ട് കൊടുക്കണം? 11 and 12 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് x2 is equal to x2 square എന്ന് ഇത്ര നേരം എഴുതിയത്. സോ x2 equal to എന്ത് വരും? പ്ലസ് ഓർ മൈനസ് ഓഫ് RHS. അപ്പോൾ RHSൽ ആദ്യമേ x1 greater than r എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് കിട്ടി x2 square equals minus 2m x1. x1 മാറ്റമൊന്നുമില്ല, എമ്മിന് 1.2 ഇട്ട് കൊടുക്കണം. പ്ലസ് 2 ഇൻറ്റു എമ്മിന് വീണ്ടും 1.2 ഇൻറ്റു x1 of 0ക്ക് എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. പ്ലസ് x2 square of 0. x2 square of 0 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി x2 is equal to plus or minus into root of 2.4 x1 plus 5.8 for x1 greater than r. Similarly, x1 less than r. Equation 12 എന്ത് തരും? x2 is equal to x2 square എന്ന് പറഞ്ഞാൽ ഇത്ര നേരം എഴുതി. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വരും. പ്ലസ് ഓർ മൈനസ് root of substituting the values of m x1 and initial conditions we get root of 2.4 x1 minus 3.8 for x1 less than r. Name these equations as 13 and 14. Equation 13, 14 ഉപയോഗിച്ച് നമുക്ക് x2ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. x1 ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് x2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു ടാബുലാർ കോളത്തിൽ ഒബ്റ്റെയിൻ ചെയ്യും. കിട്ടുന്ന x2 റിയൽ വാല്യൂസ് ആയിരിക്കണം. ആ വിധത്തിൽ വേണം x1 അസ്യൂം ചെയ്യാൻ. സോ ടേബിൾ ഫോം ചെയ്തു, x1 x2 വാല്യൂസ് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് ട്രജക്ടറി വരയ്ക്കാൻ പറ്റും. സോ ഇവിടെ നോക്കുക, നമുക്ക് x1 greater than r-ഉം x1 less than r-ഉം ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇക്വേഷൻ രണ്ട് രീതി കണ്ടുപിടിച്ചു. അപ്പോൾ r-ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 2. സോ x1 greater than r എന്ന് പറയുമ്പോൾ 2ഉം 2നേക്കാളും കൂടുതലുള്ള വാല്യൂസ് x1ന് ഇട്ട് കൊടുക്കും.
കറസ്പോണ്ടിങ് x2 ന്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. സോ x2 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എന്ന ഇക്വേഷൻ വരുന്നത്. സോ അവിടെ എന്ത് വരും, ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. സിമിലർലി അപ്പോൾ ഇത് ആദ്യമേ നമുക്ക് പ്ലോട്ട് ചെയ്യണം. സോ x1 നമ്മൾ x ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു, x2 y ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യൂസ് വളരെ അടുത്തടുത്തായതുകൊണ്ട് ഞാൻ സ്കെയിൽ ഇവിടെ എടുത്തത് 1 സെൻറ്റിമീറ്റർ ഈക്വൽസ് 0.3 യൂണിറ്റ്, അത്രയും കുറച്ചാണ് എടുത്തത്. എന്ന് വെച്ചാൽ നമുക്ക് കർവ് കുറച്ച് വലുതായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ സ്കെയിൽ എടുത്തത്. നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ എടുത്താൽ കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യണമെന്ന് മാത്രം എൻഷുർ ചെയ്യുക. ഇനി x1 1 ആകുമ്പോൾ x1 2 ആകുമ്പോൾ x2 ന്റെ വാല്യൂ 1 മൈനസ് 1. സോ x1 2 ഇത്, x2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1 ഇവിടെ, നെഗറ്റീവ് 1 ഇവിടെ. അതിനുശേഷം 2.1 ആകുമ്പോൾ 0.87 ഉണ്ട്, മൈനസ് 0.87 ഉണ്ട്, 2.1. അപ്പോൾ ഇവിടെ മൈനസ് 0.87 ഇവിടെയും പ്ലസ് 0.87 ഇവിടെ. 2.2 നോക്കുക, 0.72 മൈനസ് 0.72, 2.2 എടുക്കുന്നു, എന്നിട്ട് 0.72 മാർക്ക് ചെയ്യുന്നു, മൈനസ് 0.72. ഇങ്ങനെ വരയ്ക്കുമ്പം ഈ സൈഡിലുള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഇനി x1 ലെസ് ദാൻ r എന്ന് പറയുമ്പോൾ 1.5ൽ x1 ആകുമ്പോൾ x2 0 ആണ്. സോ പോയിന്റ് ഇവിടെ കിട്ടി. 1.6 എന്ന് പറയുമ്പോൾ 0.2 ഉണ്ട്, മൈനസ് 0.2 ഉണ്ട്, 0.2 മൈനസ് 0.2. 1.7 ആകുമ്പോൾ 0.53 ഉണ്ട്, മൈനസ് 0.53. കറസ്പോണ്ടിങ് സെറ്റ് ഓഫ് പോയിന്റ്സ് കിട്ടി. ആ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, ഫേസ് ട്രജക്ടറി കറസ്പോണ്ടിങ് ടു ദ ഗിവൺ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ്. എന്തൊക്കെയായിരുന്നു, x1 ഓഫ് 0 2ഉം x2 ഓഫ് 0 1ഉം ആണ്. ആ ഇനീഷ്യൽ കണ്ടീഷൻസിനുള്ള ഫേസ് ട്രജക്ടറി വേരിയേഷൻ അല്ലെങ്കിൽ ദ കർവ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് x1 ആൻഡ് x2 വിത്ത് ടൈം ആസ് റണ്ണിങ് പാരാമീറ്റർ, അതിനെയാണ് ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ ഫേസ് ട്രജക്ടറി നോക്കിക്കേ, ഒരു ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ കേസിൽ ഒരു ലിമിറ്റ് സൈക്കിൾ അല്ലെങ്കിൽ ഫേസ് ട്രജക്ടറി ക്ലോസ്ഡ് കർവായിട്ട് വരുവാണെങ്കിൽ അവിടെ ലിമിറ്റ് സൈക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ അതിനും ഫേസ് ട്രജക്ടറി വരയ്ക്കാം. Phase trajectory corresponding to second set of initial conditions എന്ന് പറയുമ്പോൾ c of 0 2, c dot 0 1.5. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സിക്ക് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് വേരിയബിൾ x1 ആണ്. x1 ഓഫ് 0 2ഉം x2 ഓഫ് 0 1.5 എന്നും കിട്ടി. സോ x2നെ x1നെ റിലേറ്റ് ചെയ്യുന്ന ആ ഇക്വേഷനകത്തുകൊണ്ട് ഈ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. Substituting these initial conditions and value of m 1.2 we get എന്തുവാ, x2 is equal to plus or minus root of 2.4 into x1 plus 7.05 for x1 greater than r. അതേപോലെ x2 equal to plus or minus into root of 2.4 into x1 minus 2.55 for x1 less than r. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് കൊണ്ട് ഈ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷനും എമ്മിൻ്റെ വാല്യൂ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഇക്വേഷൻ മാറി കിട്ടി. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇനി നമ്മൾ ടേബിൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി. സോ x1 രണ്ട് ഇക്വേഷൻസ് കിട്ടും, x1 ഗ്രേറ്റർ ദാൻ ആറിനും x1 ലെസ് ദാൻ ആറിനും. മുമ്പത്തെ പോലെ x1ന് 2നെക്കാളും കൂടുതൽ വാല്യൂസ് ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. കറസ്പോണ്ടിങ് x2ന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, സോ ആ വാല്യൂസ് കണ്ടുപിടിക്കുക. അതേപോലെ x1 ലെസ് ദാൻ r എന്ന് പറയുമ്പോൾ 2നെക്കാളും കുറഞ്ഞ വാല്യൂസ് ഇട്ട് കൊടുക്കുക, കറസ്പോണ്ടിങ് x2 കണ്ടുപിടിക്കുക. മുമ്പ് വരച്ച സെയിം ഗ്രാഫിൽ തന്നെ x1ന്റെ കോർഡിനേറ്റും x2 നോക്കിയിട്ട് കറസ്പോണ്ടിങ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ടർ സർക്കിൾ പോലെ, സർക്കിൾ അല്ല ഔട്ടർ ആ ക്ലോസ്ഡ് ട്രജക്ടറി റിസൾട്ട് ചെയ്യും. സോ ഇതാണ് സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തപ്പോഴും അവിടെ നമുക്ക് കിട്ടിയത് ഒരു ക്ലോസ്ഡ് ട്രജക്ടറി ആണ്. ബേസിക്കലി നമുക്കറിയാം ഒരു ലീനിയർ സിസ്റ്റം ലിമിറ്റ് സൈക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ട്രജക്ടറി ക്ലോസ്ഡ് കർവ് ഉണ്ടാവും. സോ ഇവിടെ ഓരോ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷന് കറസ്പോണ്ടിങ് ഫേസ് ട്രജക്ടറി ക്ലോസ്ഡ് കർവാണ്. അതുകൊണ്ട് ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യും. Conclusion: if the phase trajectory obtained is a closed curve, then limit cycle exists, and phase plane analysis is a method that is used for analysis of non-linear system by construction of phase trajectory. Questions.
Consider the following nonlinear differential equation y double dot minus 0.1 minus 10 by 3 y dot square into y plus y square is equal to 0. Find all singular points of the system, classify them, and sketch the phase portrait in the neighborhood of singular points. Second question, discuss any three nonlinearities present in system. Any queries, mail to alpha@gmail.com. Thank you.